ധാരാളം സൈബർ ഫ്രോഡ്സ് നടക്കുന്ന ഒരു കാലമാണിത്. ഈ ഒരു യുഗത്തിൽ നിങ്ങൾ സേഫ് ആയിരിക്കണമെങ്കിൽ സൈബർ സെക്യൂരിറ്റിക്കായിട്ട് വി ഹാവ് ടു ഫോളോ 3 സൈബർ മങ്കീസ്. എന്താണ് ഈ സൈബർ മങ്കീസ്? പണ്ട് നമുക്കറിയാം 3 മങ്കീസ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതൊന്നും മിണ്ടരുത്, ആവശ്യമില്ലാത്ത കേൾക്കരുത്, ആവശ്യമില്ലാത്തത് കാണരുത്. അതായിരുന്നു പഴയ 3 മങ്കീസ്. ഇപ്പൊ എന്താണ് സൈബർ മങ്കീസ്? സൈബർ മങ്കീസിൽ ഇതിന്റെ അർത്ഥം ഡോണ്ട് ടെൽ OTP ഓർ പിൻ നമ്പർ ടു എനിവൺ. ആരും ചോദിക്കില്ല, ചോദിച്ചാൽ അത് മിക്കവാറും ഫ്രോഡ്സ്റ്റേഴ്സ് ആയിരിക്കും. സോ ഡോണ്ട് ടെൽ OTP ഓർ എനി സീക്രട്ട് നമ്പേഴ്സ് ടു എനിവൺ ഈസ് ഫസ്റ്റ് റൂൾ. ഇതെന്താണ് സൈബർ മങ്കീസ്? ഡോണ്ട് അറ്റൻഡ് അൺനോൺ കോൾസ്. അറിയാത്ത കോളുകൾ, സസ്പീഷ്യസ് കോൾസ് അറ്റൻഡ് ചെയ്യരുത്. സെക്കൻഡ് മങ്കി. തേർഡ് സൈബർ മങ്കി സേസ് ഡോണ്ട് ക്ലിക്ക് ഓൺ അൺനോൺ ലിങ്ക്സ്. അറിയാത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി ഉറപ്പാക്കാം ഓൾമോസ്റ്റ്. ഉദാഹരണത്തിന് ഫിഷിംഗ് അറ്റാക്സ്, അതായത് നമുക്ക് ലിങ്ക് അയച്ചു തന്നിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു ഇൻകം കിട്ടും, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ വളരെ അമിതമായിട്ടുള്ള ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഇട്ട് വരും. സോ ദിസ് ലൈക്ക് എ ബെയ്റ്റ്, ഒരു ബെയ്റ്റ് പോലെ ഇട്ടിരുന്നതാണ്. നമ്മളത് ക്ലിക്ക് ചെയ്താൽ വി വിൽ ബി ട്രാപ്ഡ്. അതുപോലെ ധാരാളം പേർക്ക് അടുത്ത കാലത്ത് ഒരു ബാങ്ക് മാനേജർക്ക് പോലും പൈസ പോയി ഒരു ഫേക്ക് കോൾ വഴി, ഒരു ഫ്രോഡുലന്റ് കോള്, അവര് CBI എന്നാണ് വിളിക്കുന്നത് പറഞ്ഞിട്ട്. അതുപോലെ ധാരാളം ഫേക്ക് കോൾസ്. എനിക്കൊരു കോൾ വന്നിരുന്നു CBI എന്നാന്ന് പറഞ്ഞിട്ട്. ഇറ്റ് സീംസ് ദാറ്റ് എന്റെ പേരിൽ റഷ്യയിൽ നിന്ന് മറ്റോ ഒരു പാഴ്സൽ വന്നു, അത് മുഴുവൻ ഡ്രഗ്സ് ആണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ഫീൽഡിൽ ആയതുകൊണ്ട് എനിക്ക് കോൾ ഫേക്ക് കോൾ ആണെന്ന് മനസ്സിലായി. പക്ഷേ ചില ആൾക്കാർ അതിൽ കുടുങ്ങി പോകുന്നുണ്ട്. അടുത്ത കാലത്ത് ഒരു ബാങ്ക് മാനേജർക്ക് ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് more than 50 lakhs എമൗണ്ട് ആണ് ഈ ഒരു ഫേക്ക് കോൾ വഴി നഷ്ടപ്പെട്ടത്. അത് പിടിക്കുകയും ചെയ്തു. സോ നമ്മൾ ആ സൈബർ മങ്കീസിന്റെ 3 rules ഫോളോ ചെയ്യുകയാണെങ്കിൽ more or less we can be safe in the cyber world. So I hope it was useful. Thanks for watching.